നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകളിൽ നിന്നും ട്രേസ് ആയതിനു ശേഷം 22 മൊബൈൽ ഫോണുകൾ വീണ്ടെടുത്തു കണ്ണൂർ സിറ്റി സൈബർ പോലീസ്. കേരളം, കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് 22ഓളം ഫോണുകൾ ട്രേസ് ചെയ്തത്. ഫോൺ ലഭിച്ചവരിൽ നിന്നും നേരിട്ടും കൊറിയർ സർവീസ് വഴിയും പോലീസ് സ്റ്റേഷൻ വഴിയുമാണ് വീണ്ടെടുത്തത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS CEIR പോർട്ടലിനെ കുറിച്ച് വിശദീകരിക്കുകയും വീണ്ടെടുത്ത ഫോണുകൾ കമ്മീഷണർ നേരിട്ട് ഉടമസ്ഥർക്ക് നൽകുകയും ചെയ്തു. മൊബൈൽ ഫോൺ പല സാഹചര്യങ്ങൾ കൊണ്ടായിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസരം വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സൈബർ സെല്ലുമായോ ബന്ധപ്പെട്ടു. നമ്മൾക്ക് ഇന്ന് CEIR പോർട്ടൽ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നാളെ ചിലപ്പോൾ മിസ്യൂസിനുള്ള സാധ്യതയുണ്ടാവും. നിങ്ങളുടെ മൊബൈൽ ഫോൺ, അതിലുള്ള സിമ്മ്, ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ സിമ്മൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ എന്നിരുന്നാൽ പോലും പലപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പല കുറ്റകൃത്യങ്ങളിലും നമുക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അങ്ങനെ മൊബൈൽ ഫോൺ കാണാതാവുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. സൈബർ സെൽ ASI M ശ്രീജിത്ത്, CPOമാരായ നിതിൻ രാജ് PM, അതുൽ NK എന്നിവർ ചേർന്നാണ് മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയത്. ലഭിച്ച ഫോണുകൾ സൈബർ സെൽ ഉടമസ്ഥർക്ക് അൺബ്ലോക്ക് ചെയ്ത് നൽകി. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ സൈബർ സെൽ 180ഓളം മൊബൈൽ ഫോണുകൾ കണ്ടെത്തി ഉടമസ്ഥർക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടാൽ സിം കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ശേഷം പരാതി റെസീറ്റ് ഉപയോഗിച്ച് CEIR പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ബ്ലോക്ക് ആവുകയും ബ്ലോക്കായ ഫോണിൽ ആരെങ്കിലും സിം കാർഡ് ഇടുന്നുണ്ടെങ്കിൽ ഫോൺ ട്രേസ് ആവുകയും ചെയ്യും. ശേഷം ഫോൺ വീണ്ടെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും. In last 10 days itself, we have recovered around 22 mobile phones. So basically, when many times mobile phone is one of the common device that being lost these days, and many times mobile phone is not just a device. It will have a lot of personal connections, and people will feel like they lost one of their body parts if they lost a mobile phone. So whenever a mobile phone is being lost, we have a facility called CEIR. It's a Central Equipment Registry Identification Registry. In that, we can report that the fact that the mobile phone is being lost. The cyber cell of the police, every districts will help you in registering the fact in a CEIR portal. And once it is registered in the CEIR portal, we will be tracking the IMEI. So if anybody is getting the mobile phone and inserting a new SIM, we will be getting the information regarding the location, and we will be getting the mobile phone back to the original owner. So in the last 1 month itself, we have recovered around 35 mobile phones in Kannur city itself. Samagra News, Kannur.